നമ്മുടെ ചുരിദാറിന്റെ അടുത്ത വീഡിയോ ആണ് സെറ്റ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. ജോർജറ്റ് ഫാബ്രിക് ആട്ടോ, ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതിന് കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളർ, ഭയങ്കര ലൈറ്റും അല്ല എന്നാൽ ഭയങ്കര ബ്രൈറ്റ് ഷെയ്ഡും അല്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളർ. കോമ്പിനേഷൻ ഒക്കെ നല്ല കേട്ടോ, നല്ല ഡിസൈനുമാണ്. എനിക്കൊന്ന് ഈ ഒരു പാറ്റേൺ ഡിസൈന് തന്നെ നമുക്കൊരു 2000 മേളിൽ റേഞ്ച് തൊട്ട് പിന്നെ അതിന്റെ ഒരു തിക്നെസ്സിനനുസരിച്ച് മെറ്റീരിയൽ ഡിഫറൻസ് അനുസരിച്ച് പല റേഞ്ചിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇറക്കിയേക്കുന്ന ഈ ഒരു വർക്ക് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാറ്റേൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് റേറ്റ് കുറച്ച് ചെയ്ത് ഇറക്കിയേക്കുന്നതാണ്. 1000 ബിലോ റേഞ്ചിലാണ് വന്നേക്കുന്നത്. അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് വർക്കിന് തിക്നെസ് കുറച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് വർക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള വർക്കല്ല, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിന്റെ കളർ കോമ്പിനേഷൻ നല്ല പിങ്കിന്റെ ഒരു പീച്ചിനോടെ കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു സെയിം വർക്ക് വരും. ജോർജറ്റ് തന്നെയാണ് ദുപ്പട്ടയുടെ ഫാബ്രിക്കും വരുന്നത്. റഫായിട്ട് യൂസ് ചെയ്തോ, യാതൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, അത് സെയിം കളർ തന്നെയാണ്. പിന്നെ നമ്പർ വരുന്നത് M211, റേറ്റ് 890 മാത്രമേ 890. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലാവണ്ടർ ടോൺ, ഏകദേശം ഒരു ഡസ്റ്റി കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ എല്ലാം നല്ല കോമ്പിനേഷൻസ് ഒക്കെ നല്ല കേട്ടോ, കാരണം ഒരു പിങ്കിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നുണ്ട്. എല്ലാ കളേഴ്സുമായിട്ട് മാച്ച് ആവും. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക് തന്നെയാണ്. മെയിനായിട്ട് ഹൈലൈറ്റിന്റെ റേറ്റ് തന്നെയാണ്. ആ ജോർജറ്റിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല റീസണബിൾ ആണ്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് മടക്കിയും കൂടെ വെച്ചേക്കുന്നതാണ്. അത്യാവശ്യം ഒരു 47-48 ഒക്കെ ലെങ്ത് എടുത്ത് തയ്ക്കാൻ കിട്ടും. ബോട്ടം സെയിം കളർ തന്നെ, സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്. നമ്പർ വരുന്നത് M212, റേറ്റ് 890, 890. ഇത് വരുന്ന ഒരു ഡസ്റ്റി ഗ്രീൻ ടോൺ ആട്ടോ. ഇത് അടിപൊളി കോമ്പിനേഷൻ ആണ്. ആ ഒരു പിങ്കും പീച്ചൂടെ മിക്സ് ആയിട്ടുള്ള ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് അതിന്റെ ഒരു മെയിൻ ഭംഗി. പിന്നെ ബോട്ടം ഒക്കെ എല്ലാത്തിനും സെയിം കളർ തന്നെയാണ് കേട്ടോ, സാറ്റിൻ സിൽക്കിന്റെ മെറ്റീരിയൽ. പിന്നെ നമ്പർ വരുന്നത് M213, റേറ്റ് 890. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇത് പുതിയ ഷെയ്ഡാണ് കേട്ടോ, ലൈറ്റ് ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. കോഫി ബ്രൗൺ അല്ല, അതിൻ്റെക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ്. കോമ്പിനേഷൻ നല്ലതാണ്. ഇതും പിങ്കുമായിട്ട് നല്ല മാച്ചാണ്. ഡസ്റ്റി കളർ ചാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്, നമ്പർ M215, റേറ്റ് 890. നമുക്ക് ലാസ്റ്റ് കളർ വരുന്നത് 5 ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. അഞ്ചാമത്തെ ഷെയ്ഡ് ഇത് നല്ല കളറാണ്. ഇത് ശരിക്കും എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഒനിയൻ പിങ്ക് പോലെ തോന്നിക്കും. പക്ഷേ ലാവൻഡറും ഒനിയൻ പിങ്കും കൂടെ മിക്സ് ആയിട്ടൊരു കളറാണ് കേട്ടോ, നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ജോർജറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് റഫായിട്ട് യൂസ് ചെയ്യാം. ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക് തന്നെയാണ്. പിന്നെ ഇത് ചെറിയൊരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ചെറിയൊരു കോമ്പിനേഷനോട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ദുപ്പട്ടയിലും വരും കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ M214, റേറ്റ് 890 മാത്രമേ 890.